Hello everyone. In this lecture we will discuss about encoders and decoders. An encoder is a device whose inputs are decimal digits or alphabetic characters or symbols and whose outputs are the coded representation of those inputs. An encoder is a device which converts a familiar number or a symbol or an alphabet into a coded format. So simply you can say that it is a coder. It converts something familiar into a particular coded format, and a decoder is just reverse of that. A decoder is a logic circuit that converts say an m-bit binary input code into an n output lines such that only one output line is activated for each one of the possible combination of the inputs, and a decoder identifies or recognizes or detects a particular code, that is it decodes the input that is coming at its terminal. So encoder എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ആണ് എൻകോഡറും ഡീകോഡറും നമുക്ക് അറിയാം. സോ എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ് ആർ കോമ്പിനേറ്റ് സർക്യൂട്ട്. രണ്ടും ജസ്റ്റ് റിവേഴ്സ് ആണ്, കോമ്പിനേഷണൽ ആണ്, റിവേഴ്സ് ആണ്, MSI ആണ്, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ഈ പറയുന്ന സാധനം. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ നോൺ സാധനത്തിനെ ഒരു കോഡിലേക്ക് മാറ്റുന്നതാണ് എൻകോഡർ. ഡീകോഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡിനെ തിരിച്ചെടുക്കുന്നത്. രണ്ടും MSI സർക്യൂട്ട്സ് ആണ്. സോ ഇത് ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ പോലെ n ഇൻപുട്സ് വരുന്നുണ്ട്, അതിനെ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനിൽ m ഔട്ട്പുട്ട്സ് ആയിട്ട് മാറ്റുന്നു. സോ ആ എന്നും എമ്മും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും, ആ റിലേഷൻ നമുക്ക് ഫോം ചെയ്യാം. അതിന് മുന്നേ ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക, ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് പെർഫോംസ് ദ ഓപ്പറേഷൻ ജസ്റ്റ് റിവേഴ്സ് ആസ് ദാറ്റ് ഓഫ് ദ എൻകോഡർ. ഓക്കെ, സോ നമുക്കൊരു എൻകോഡർ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിലെ ഇൻപുട്ട് നമുക്ക് അറിയാം എന്നുള്ള രീതിയിൽ എങ്ങനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും എന്നുള്ളത് ആണ്, അല്ലെങ്കിൽ ആ റിലേഷൻ എന്നും എമ്മും തമ്മിലുള്ള റിലേഷൻ എന്ത് എന്നുള്ളത്, എൻകോഡറിൻ്റെയും ഡീകോഡറിൻ്റെയും എന്നും എമ്മും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഫോമുലേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കേസ് എടുക്കാം. 4 ഇൻപുട്സ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി I0 I1. അപ്പോൾ നമുക്ക് 4 എത്രയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. സോ 4 ഇൻപുട്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു. അതൊരു എൻകോഡർ ആണ്. സോ നമുക്ക് കുറച്ച് 4 കേസുകളാണ് ഇൻപുട്ടായി വരുന്നത്. 4 ഇപ്പോൾ I0 I1 I2 I3 വേണമെങ്കിൽ നമുക്ക് ഡാറ്റ എന്നുള്ള രീതിയിൽ I എന്നുള്ള ഇൻപുട്ട് ഡാറ്റ എന്നുള്ള രീതിയിൽ D0 D1 D2 D3 വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല. ചിലവരിൽ E0 E1 E2 E3 ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. എന്തായാലും നമുക്ക് ഇൻപുട്സ് എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. സോ ആ ഇൻപുട്സിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 എണ്ണം അവിടെ അവൈലബിൾ ഉണ്ടെങ്കിലും എല്ലാ ടൈമിലും ഈ 4 എണ്ണം ആവശ്യം വരില്ല. ചില ഏതെങ്കിലും ഒരെണ്ണമൊക്കെ അറ്റ് എ ടൈം ആവശ്യം വരുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം കടത്തി വിടാൻ വേണ്ടിയിട്ട് ശരിക്കും അവിടെ 4 ചാനലിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കറിയാം 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അറ്റ് എ ടൈം പോകുന്നതെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശരിക്കും എത്ര ഇത് മതി, 2 ബിറ്റുകൾ മതി. ഇപ്പം നമുക്ക് 4 കേസിനാണെങ്കിൽ നമുക്കറിയാം 00 01 10 11 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ നെയിം ചെയ്യാം. സോ അതായത് കോഡ് ചെയ്യാം. അതാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ഓരോ പെർട്ടിക്കുലർ കോഡ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരെണ്ണം കടത്തി വിടണമെങ്കിൽ ജസ്റ്റ് എന്ത് മതി, 2 ലൈൻസ് മാത്രം മതി. സോ നമുക്ക് ഇൻപുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ I2 ആണ് കടത്തി വിടണമെങ്കിൽ എന്ത് മതി, എനിക്ക് 1ഉം 0യും ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ മാത്രം മതി. സോ അതാണ് ഈ ഒരു എൻകോഡർ ചെയ്യുന്നത്. ബാക്കി 3 ആക്റ്റീവ് അല്ല എങ്കിൽ 10 എന്നുള്ളത് അപ്പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആണ് ഇതിന്റെ കോഡഡ് വേർഷൻ. ഇതിന്റെ I2 എന്നുള്ള ഒരു ഇൻപുട്ടിനെ കോഡ് ചെയ്ത് നമ്മൾ 10 ആക്കി മാറ്റി. ഞാൻ ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇവിടെ 2 എന്തിലേക്ക് മാറ്റണം, 4. അപ്പോൾ നമുക്ക് അറിയാം 4 ആയിരിക്കണം. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇത് 2 മതി എന്നുള്ളതും നമുക്ക് ഒബ്വിയസ്ലി അവിടുന്ന് കിട്ടാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ 10 വന്നു. ആ 10ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതെന്താന്ന് തീരുമാനിക്കും, ഡീകോഡർ തീരുമാനിക്കും. 10 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു I2 ആണ്. ആ I2 അവിടെ ആക്റ്റീവ് ആവും. സോ അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ I2 O2 ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ O2 എന്നുള്ള രീതിയിൽ O2 ആക്റ്റീവ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഡീകോഡ് ചെയ്ത് എടുക്കാം. സോ അതാണ് ബേസിക്കലി എൻകോഡർ ഡീകോഡർ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് ഒരു നോൺ ആയിട്ടുള്ള സാധനത്തിന് ഒരു പെർട്ടിക്കുലർ കോഡഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നു എൻകോഡർ. ആ വരുന്ന കോഡിനെ ഡീകോഡ് ചെയ്ത് ആക്ച്വൽ ഡാറ്റ തിരിച്ച് എടുക്കുന്നു ആര്, എൻകോഡർ. സോ അതാണ് അതിൽ ബേസിക്കലി നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ N ആയിരുന്നു ഇൻപുട്ടുകൾ എങ്കിൽ 4 ആണ് നമുക്കറിയാം. നമ്മൾ എത്രയിലേക്ക് മാറ്റി, എന്ന് പറഞ്ഞാൽ നമുക്ക് 2:2 എന്ന് എഴുതാം. അപ്പോൾ M ആണ് ഔട്ട്പുട്ടുകൾ എൻകോഡറിന്റെ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് എന്ന് എഴുതാം N = 2:M എന്ന് പറയാം. ഈ കേസിലാണെങ്കിൽ M എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരിക, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെയാണ് വരിക. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. N = 2:M ആണ് ഇൻ ദ കേസ് ഓഫ് എൻ എൻകോഡർ. എൻകോഡറിന്റെ കേസിൽ
n എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലൈൻസ്, n ഈക്വൽ ടു 2m എന്നുള്ള ഇതിൽ വരും. ഇപ്പോൾ വേറൊരു കേസ് അവിടെ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 8 എണ്ണം ഉണ്ടെങ്കിൽ I0 to I7 വരെ ഇൻപുട്ടുകൾ, അപ്പോൾ 8/3 എൻകോഡർ ആണ് വരിക. നമുക്കറിയാം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2/3 ആണ്. അപ്പോൾ 3 ആണ് ഔട്ട്പുട്ടുകൾ വരിക. n ഈക്വൽ ടു 8 ആണ്, ഈക്വൽ ടു 2/3 m ഈക്വൽ ടു 2/3 വരുമ്പോൾ 3 വരും. സോ അങ്ങനെ അവിടെ 3 ഔട്ട്പുട്ടുകൾ കാണിച്ചിരിക്കുകയാണ്. സോ അതാണ് അവിടുത്തെ ഒരു ഇതായിരിക്കും. ഇപ്പം നേരെ തിരിച്ച് അതിൻ്റെ ഡീകോഡർ വരുമ്പോൾ 3ൽ നിന്ന് 8ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് വരും. അത്രയാണ് ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ. ഓക്കെ.